പാസ്പോർട്ടിന്റെ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് ഫ്രണ്ട് എം കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി പൊൻകുന്നത്ത് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മുൻ എംഎൽഎ ഡോക്ടർ എൻ ജയരാജ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഏതെല്ലാം വിധത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുന്നുവോ അത്രയും കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുകയാണെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. പാസ്പോർട്ടിന്റെ ഫീസ് ഇത്രയധികം വർദ്ധിപ്പിക്കുന്നത് വിദ്യാർത്ഥികളെയും തൊഴിൽ തേടി വിദേശങ്ങളിലേക്ക് പോകുന്നവരെയും ബാധിക്കുമെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. പാസ്പോർട്ട് ഫീസ് വർദ്ധിപ്പിക്കുന്നത് അനന്തര സേവനങ്ങൾക്കുള്ള തുകയും വർദ്ധിപ്പിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും ഡോക്ടർ എൻ ജയരാജ് കൂട്ടിച്ചേർത്തു. കുട്ടികൾക്കുള്ള സാധാരണ 1000 രൂപയായിരുന്നത് 1750 വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെയാണ് കുട്ടികൾക്കുള്ള തത്കാല് 3000 എന്നുള്ളത് 4250 വർദ്ധിപ്പിച്ചു. നഷ്ടപ്പെട്ട ഇതിന്റെ പകർപ്പെടുക്കാൻ 3000 എന്നുള്ള 5000 രൂപയെ വർദ്ധിപ്പിച്ചു. അതോടെ നഷ്ടപ്പെട്ട കേടുപാട് സംഭവിച്ചതിന്റെ പകർപ്പെടുക്കാൻ തത്കാൽ എടുക്കണമെങ്കിൽ 5000 എന്നുള്ളത് 7500 വർദ്ധിപ്പിച്ചു. അങ്ങനെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് നേരത്തെ 500 രൂപയായിരുന്നത് 750 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പം ചുരുക്കത്തിൽ പാസ്പോർട്ട് മാത്രമല്ല, പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട അനന്തര സേവനങ്ങൾക്കുള്ള തുക കൂടി, അതിൻ്റെ ചാർജ് കൂടി ക്രമാതീതമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 50% കൂടുതലാണ് ഈ രംഗത്തുണ്ടായ വർധനവ് എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും പിൻവലിക്കേണ്ടതാണ്. യൂത്ത് ഫ്രണ്ട് എം കാഞ്ഞിരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് രാഹുൽ ബി പിള്ള, നാസർ സലാം, തോമസ് കുട്ടി മാത്യു, സുമേഷ് ആൻഡ്രോസ്, ആൽഫിൻ ചാക്കോച്ചി, ആന്റണി മാർട്ടിൻ, ഷാജി പാമ്പൂരി തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.